ഹലോ ഗൈസ്, രാവിലെ നീ ഈച്ചനായിട്ടിരിക്കുമ്പോഴാണ് ഫോണൊക്കെ കണ്ടമാനം മെസ്സേജ് കനറി പോകാൻ പറഞ്ഞു കാണും. ഇത്ര മനുഷ്യന്മാർ ഒന്നടങ്ങാൻ പറഞ്ഞുകൊണ്ട് എന്നാ പിന്നെ ഞാൻ പോവാന്ന് ഞാനോട് വിചാരിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, കുറച്ച് തൊലിക്കട്ടിയും പിന്നെ കനറിന്റെ പാസ്ബുക്കും പിന്നെ വലിയൊരു ബാഗ് കൊടുക്കാൻ എന്താ പൈസ പേക്കൊക്കെ ഉണ്ട്. അന്നത്തെ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 3 കോടിയാന്നൊക്കെ പറഞ്ഞേക്കും. അവിടെ ഇറങ്ങി തലങ്ങ വിലങ്ങ് നടന്നിട്ടും കനറിന്റെ ഒരു പൊടി പോലും കാണും. ഇപ്പൊ എന്താക്കും, തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ കടം വാങ്ങിയല്ലോ. എന്തെങ്കിലും അഭിപ്രായം? വെള്ളിക്കൊക്കെ വില കൂടുന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അവിടെ എത്തിയ പൊലിവില്ലേ എനിക്ക് അങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു വൈക്കളബി തൊലിന്റെ കട്ടിക്കാണ് കുറഞ്ഞത്. പിന്നെ ഇല്ലാത്ത തൊലിക്കട്ടി ഉണ്ടാക്കിയാണ് ഞാൻ അവിടെ പോയി. എന്തൊക്കെ പറയേണ്ടത് കൊടുത്തില്ല. ഓ, എന്റെ മുത്തുകൊക്കെ നിങ്ങൾ അറിഞ്ഞ പഠിച്ചാണുള്ളൂ. അവിടെ കണ്ട കുഴപ്പമില്ലാത്തൊരു താത്താൻ്റെ അടുത്ത് ഞാനോട് പോയി കണ്ടു. ഞാൻ എന്നോട് കാര്യം പറഞ്ഞു. നമ്മളോട് പലതും സംഭവം നമ്മളെ പൈസ ഫ്രീസ് ആയി കിടക്കുക കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ ആദ്യം മെസ്സേജ് പിന്നെ ഓരോരുത്തന്ന് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് പിന്നെ എന്തൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നും നാളെ നമുക്ക് ഇത് കിട്ടാൻ ഒരു സാധ്യത ഞാൻ കാണും. അക്ഷയ കയറി ഇറങ്ങണ പോലെ ഇറങ്ങേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിന്റെ സങ്കടത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സങ്കടം വന്നാൽ എനിക്ക് ആദ്യം വലിയ പൈപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ചോറ് നനടി ഒരു സദ്യ നട്ടും സങ്കടം മാറാത്തോടെ നമ്മൾ കുറച്ച് രസവും 2 ഗ്ലാസ് പായസമൊക്കെ ഒരു ജോജു തമ്മിന്റെ ഗീവ് അവേയിൽ പങ്കെടുത്താൽ കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഒരു മെയിൽ തന്നെ അയച്ചോ. അപ്പം അത്രേ ഉള്ളൂ.